600 മീറ്ററിലാണ് നിൽക്കുന്നത്. വെളുപ്പിന് 4:30 മണിയായി. നല്ല കോൾഡാണ്, വെരി കോൾഡ്. ശ്വാസം മുട്ടലുണ്ട്. ഇറ്റ്സ് വെരി ഡേഞ്ചർ. ഓക്കെ, I never lost my mind. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോ സ്റ്റെല്ല പോയിന്റ് വരെ എത്തിയ വീഡിയോ ആയിരുന്നു കണ്ടിരുന്നത്. അവിടെ വെച്ച് ഞാൻ അവസാനിപ്പിച്ചത് വീഡിയോ ലെങ്തായി പോകുന്നതുകൊണ്ടാണ്. ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാവുള്ളൂ. ഇത് നമ്മൾ സബ്മിറ്റിലേക്ക് പോകുന്ന വീഡിയോ ആണ്. ഉഹ്റു പീക്കിലേക്ക് പോകുന്ന വീഡിയോ ആണിത്. ഇത് ഈസി അല്ല. ഇത് ഞാനിപ്പം സ്റ്റെല്ല പോയിന്റിൽ നടന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. നല്ല ഹാർഡായിട്ടുള്ള വേ ആണ്. എങ്ങനെ ആയി തീരുമെന്ന് അറിയത്തില്ല. എന്തായാലും പോവാണ്. ഇത് ബൈക്കിലത്തെ ഒരു വ്യൂ ഒക്കെ നോക്കി കണ്ടോ. നമ്മൾ കയറാൻ പോകുന്ന വഴി ഉണ്ടോ, അങ്ങോട്ടാണ് ഗൈഡാണ് പോകുന്നത്. എന്തായാലും പ്രോപ്പറായിട്ടുള്ള വീഡിയോ ഒന്നും നടക്കത്തില്ല. എന്തായാലും ഞാൻ സബ്മിറ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല. എന്തായാലും സബ്മിറ്റ് ചെയ്യണമെന്നുള്ളൊരു വിശ്വാസം മാത്രമാണ്. ഇന്ന് 7ാം ദിവസമാണ്. ഇന്ന് 6ാം ദിവസമാണ് നമ്മൾ സബ്മിറ്റിന് വേണ്ടി രാത്രി 12 മണിക്ക് ട്രെക്ക് ചെയ്ത് തുടങ്ങിയത്. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആഫ്രിക്കയുടെ കൊടുമുടിയിലാണ് എത്തുന്നത്. ആഫ്രിക്കയുടെ നെറുകയിൽ തൊടും ഞാൻ. എന്തായാലും നമുക്ക് പോയി നോക്കാം. എൻ്റെ പുറയിൽ കണ്ടോ കുറേ മഞ്ഞൊക്കെ കിടക്കുന്നുണ്ടോ. പോകുന്ന വഴിയിലുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. ഫുള്ള് ഗ്ലേഷ്യർ കണ്ടോ. അതുകൊണ്ട് അങ്ങോട്ട് നോക്കി, ആ ഭാഗത്തൊക്കെ നോക്കി. എന്താണ് ഈ ഒരു ഭംഗി നോക്കി. എന്താ ഇത്, നമ്മൾ സ്വർഗത്തിലാണ് വന്ന് വിട്ടിരിക്കുന്നതെന്ന് തന്നെ തോന്നിപ്പോകും കേട്ടോ. Gari ili tujue tunashukaje jamani. Kama ni kwenda Millennium au kwenda Mweka tujue. കണ്ടോ പോകുന്ന വഴിയുള്ള കാഴ്ച ഈ കാണുന്നത്. എനിക്ക് വേറൊന്നും പറയാനില്ല. ഇതൊക്കെ എനിക്കിങ്ങനെ എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാനിങ്ങനെ കണ്ടുപോവാണ്. കിളിമഞ്ചാരോ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് പാട്ടിൽ അല്ല സിനിമയിൽ കേട്ടിട്ടുള്ള ഇതിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നോക്കി ഈ വശത്താണെങ്കിൽ ഫുള്ള് ഇതേ കണ്ടോ മഞ്ഞ്
മൊത്തം മഞ്ഞ്. അവിടെ മൊത്തം ഇവിടെ എല്ലാം വലിയ പാറകളാണ്. അപ്പം നമ്മൾ ഏകദേശം എത്താറായില്ല, ഇനിയുണ്ട്. അവിടെ നിന്ന് പോയിട്ട് അവിടെ ആ പീക്കിലെത്തണം. ഇവിടെ നിന്ന് ഇനി ആ ഹൈറ്റ് കയറിയിട്ട് അങ്ങോട്ട് പോയിട്ട് അവിടെ എത്തണം. എത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊന്നും എനിക്കറിയില്ല. ഭയങ്കരമായിട്ട് ടയേർഡാണ്. രാത്രി 12 മണിക്ക് ട്രെക്ക് ചെയ്യാൻ തുടങ്ങിയതാണ്. എന്തായാലും പോകാൻ പറ്റുന്ന അത്രയും. നോക്കി ഇനിയും ആ ഒരു സൈഡിലൂടെ പോണമേ. കണ്ടോ, ഇത് ഫുൾ ഐസാണ്. ഈ സൈഡിൽ കണ്ടോ, ഈ സൈഡിൽ കാണുന്നത് ഫുൾ ഐസാണ്. ഈ സൈഡിൽ കാണുന്നത് അത് നോക്കി, അതും കണ്ടോ, ഗ്ലേഷ്യർ, ഫുൾ ഗ്ലേഷ്യറാണ്. നമ്മളിനി കയറേണ്ട വഴി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫുൾ ഇതുപോലെ തന്നെ ഒരു ഹൈറ്റ് കയറി കഴിഞ്ഞു. ഇനി ഇതുപോലെ ഒരു ഹൈറ്റ് കയറിയിട്ട് പിന്നെ അങ്ങോട്ട് പോകണം. ഹാഫ് ആൻ അവർ എന്നാണ് പറഞ്ഞേക്കുന്നത്, ഒന്നും അറിയത്തില്ല. ഭയങ്കര കാറ്റാണ്. കാറ്റെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാറ്റ്. കണ്ടോ, നമ്മൾ ഓൾമോസ്റ്റ് ഞാൻ കിളിമഞ്ചാരോടെ ടോപ്പിലെത്തിയിട്ടുണ്ട്. എനിക്ക് തന്നെ അറിയത്തില്ല ഞാൻ എങ്ങനെ എത്തിയെന്നൊക്കെ ഉള്ളത്. ഇനിയും കണ്ടോ, അവിടെ കണ്ടോ, ആ പോയിന്റിലെത്തണം. ഉഹ്റു പീക്ക് അവിടെയാണ്. കിളിമഞ്ചാരോയുടെ ടോപ്പ് അതാണ്. അവിടെയാണ് ബോർഡ്. അവിടെയാണ് നമ്മൾ ഫോട്ടോ എടുക്കേണ്ടത്. അവിടെ എത്തണം. കണ്ടോ, ഇവിടെയൊക്കെ ഫുള്ള് മഞ്ഞാണ്. ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റ്. ശ്വാസം വിടാൻ വയ്യ. കണ്ടോ, ഇവിടെല്ലാം ഞാൻ സത്യം പറഞ്ഞാൽ സ്വപ്നത്തിലാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്കിവിടെ എത്തിയതായിട്ട് ഞാൻ ജീവനോടെ ഉണ്ടെന്ന് പോലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആൾക്കാർ പോയിട്ട് തിരിച്ചു വരുന്നവരെ കാണാം. ചിലരൊക്കെ വയ്യാണ്ട് പോർട്ടർമാരും ഗൈഡും ഒക്കെ പിടിച്ചുകൊണ്ട് പോകുന്നവരെ കാണാം. നമ്മുടെ സൈഡിലൊക്കെ കാണാം, ഗ്ലേഷ്യർ കാണാം. കണ്ടോ, വേസ്റ്റ് ഒന്നും ഇവിടെ ഒന്നും ഇടാൻ പാടില്ല. വേസ്റ്റൊക്കെ എടുക്കുന്നത് കണ്ടോ. ഭയങ്കര ഒരു സംഭവം തന്നെ കേട്ടോ. ഇത് ജീവിതത്തിൽ നിന്ന് പറ്റുമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും, എനിക്കറിയത്തില്ല പറ്റുമോ ഇല്ലയോ എന്നൊന്നും ഞാൻ അങ്ങനെ ആരോടും പറയുന്നില്ല. ഇത്രയ്ക്ക് ഹെവി എന്ന് പറഞ്ഞാൽ ഹെവി. ഇത് ഞാൻ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്തതേ ഇല്ല ഇത്ര ഹെവി ആയിരിക്കുമെന്ന്. അങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്കറിയത്തില്ല ഇത് പറ്റുമായിട്ടില്ലെന്ന്. ഇത്രയായിരുന്നെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പം ഇതിലേക്ക് വരുമായിരുന്നോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇത് ഇറങ്ങി തിരിച്ചതിന് ശേഷം സബ്മിറ്റ് ചെയ്യണമെന്ന് ഒറ്റ ആഗ്രഹം മാത്രമേ എനിക്കുള്ളായിരുന്നു. എനിക്ക് മെൻ്റലി നമ്മൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ, മെൻ്റലി നമ്മൾ പ്രിപ്പയർ ആയെങ്കിൽ മാത്രമേ ഇത് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മെൻ്റലിയാണ് നമ്മൾ മെൻ്റൽ ഓക്കെ ആയിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം. പക്ഷെ ഇടയ്ക്ക് വെച്ച് ഇന്ന് രാത്രി ഞാൻ കുറേ തവണ പിന്തിരിയാനൊക്കെ ശ്രമിച്ചു. എനിക്ക് പറ്റില്ല എന്ന് എനിക്ക് തോന്നി. പക്ഷേ വീണ്ടും ഞാൻ പറ്റുമെന്ന്, എന്നെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞ് പിന്നെ ഞാൻ 6 ദിവസം കഷ്ടപ്പെട്ട് 7ാമത്തെ ദിവസം ഞാൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് എന്നോട് തന്നെ കാണിക്കുന്നൊരു ചതിവായിട്ട് എനിക്ക് തോന്നുള്ളൂ. ഓക്കെ, ഉണ്ടോ ആകാശമുണ്ടോ? കിളിമഞ്ചാരോയുടെ ചുവപ്പാണിത്. അങ്ങനെ മൗണ്ട് കിളിമഞ്ചാരോയുടെ ബോർഡ് എൻ്റെ തൊട്ടടുത്ത്. അങ്ങനെ ഞാൻ ആഫ്രിക്കയുടെ നെറുകയിൽ തൊട്ടിരിക്കുന്നു. മൗണ്ട് കിളിമഞ്ചാരോ സബ്മിറ്റ് ചെയ്തിരിക്കുന്നു.
ദ പ്രൗഡ് മൊമെൻ്റ് ആണ് എൻ്റെ. കണ്ടോ, മൗണ്ട് കിളിമഞ്ചാരോയുടെ മുകളിൽ ഞാൻ എത്തി നിൽക്കുന്നത് കണ്ടോ. ഇതേ ബോർഡ് കണ്ടോ, എൻ്റെ 7 ദിവസത്തെ കഠിനാധ്വാനമാണ് ഞാൻ ടോപ്പിലെത്തി നിൽക്കുന്നത്. ആഫ്രിക്കയുടെ നെറുകയിൽ ഞാൻ എത്തി നിൽക്കുന്നത്. ആഫ്രിക്കയുടെ ഏറ്റവും വലിയ കൊടുമുടിയാണ് മൗണ്ട് കിളിമഞ്ചാരോ. അതുപോലെ തന്നെ ലോകത്തിലെ തന്നെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഏറ്റവും വലിയ കൊടുമുടി കിളിമഞ്ചാരോ. മൗണ്ട് കിളിമഞ്ചാരോയുടെ ടോപ്പിലാണ് ഗൈസ് ഞാൻ നിൽക്കുന്നത്. നോക്കിയേ, ഓ എന്തെന്നില്ലാത്ത സന്തോഷം. കണ്ടോ മൗണ്ട് കിളിമഞ്ചാരോ. ആകാശം നോക്കി, നമ്മുടെ തൊട്ടടുത്താണ് ആകാശം. 5895 മീറ്ററിലാണ് ഞാൻ നിൽക്കുന്നത്. 11341 അടിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ലെസ് ഓക്സിജനാണ് ഇപ്പോൾ കിട്ടുന്നത്. നമുക്ക് കുറച്ച് നേരം ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. പക്ഷേ എന്തെന്നില്ലാത്ത സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതുപോലെ സന്തോഷമാണ് എനിക്ക്. അത് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് നടത്തില്ല. ഞാൻ ഓരോ ദിവസവും ഇതിന് വേണ്ടിയിട്ടായിരുന്നു കഷ്ടപ്പെട്ടിരുന്നത്. ഇന്ന് രാത്രി 12 മണിക്ക് ട്രെക്കിങ് തുടങ്ങിയപ്പം ഞാൻ വേണ്ടാന്ന് വെച്ച് പിന്തിരിയണം പലവട്ടം ആഗ്രഹിച്ചു. പക്ഷേങ്കിൽ ഞാൻ കയറണമെന്നുള്ള ഒറ്റ വിശ്വാസത്തോടെ കയറി. വെരി പ്രൗഡ്. എൻ്റെ ഗൈഡാണ് ഇതിനെല്ലാം കാരണം. ഞാൻ കാണിക്കാം. Thank you so much. മൗണ്ട് കിളിമഞ്ചാരോ ട്രെക്ക് സബ്മിറ്റ് ചെയ്തു. ഇവിടെ നിന്ന് ഇനി പോവാണ്. കണ്ടോ, എനിക്കങ്ങനെ ചെയ്യാൻ പറ്റിയല്ലോ. അതാണ് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇവിടെ വരെ എത്തിയത്. ഞാൻ ആഫ്രിക്ക എന്ന രാജ്യത്ത് വന്ന് ഇതെല്ലാം ചെയ്ത് ഈ കിളിമഞ്ചാരോ ട്രെക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റി. പ്രൗഡാണ്. ഓക്കെ, ഇനി ഇവിടെ നിന്ന് പോവുകയാണ്. ഒത്തിരി നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല. കുറേ ഫോട്ടോസൊക്കെ എടുത്തു.